മക്കളുടെ പ്രിയ ക്യാപ്റ്റൻ വിജയകാന്ത് വിടവാങ്ങി. വിജയ് രാജായി വന്ന് തമിഴ് സിനിമാ പ്രേമികൾക്ക് മുമ്പിൽ വിജയകാന്തായി മാറിയ അദ്ദേഹം കോവിഡ് ബാധിതനായി ചികിത്സയിരിക്കെയാണ് വിടവാങ്ങിയത്. 80കളിലും 90കളിലും രജനീകാന്തിനും കമലഹാസനും പുറമെ തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിജയകാന്ത്. വില്ലനായാണ് വിജയകാന്ത് തമിഴ് സിനിമാ ലോകത്തിലേക്ക് കടന്നുവരുന്നത്. പിന്നീട് ആക്ഷൻ ഹീറോ ആയി മാറുകയായിരുന്നു. അദ്ദേഹം അഭിനയിച്ച ആക്ഷൻ ചിത്രങ്ങൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു. 154 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലും തിളങ്ങിയിട്ടുണ്ട്. 1952 ഓഗസ്റ്റ് 25 മധുരയിലാണ് വിജയകാന്ത് ജനിച്ചത്. വിജയരാജ് അളഗർസാമി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് വിജയകാന്ത് എന്ന പേരിൽ അറിയപ്പെട്ടത്. 1979 എനിക്കും ഇളമൈ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് വിജയകാന്ത് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്. 1981 പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരട്ടറ എന്ന ചിത്രത്തിലൂടെ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ താരപദവി തമിഴ് സിനിമാ ലോകത്ത് ഉറപ്പിച്ചു. നാടിനും കുടുംബത്തിനും വേണ്ടി എന്തു ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പുരട്ചി കലഞ്ചർ എന്ന വിളിപ്പേര് അധികം വൈകാതെ വിജയകാന്ത് സ്വന്തമാക്കി. പ്രധാനമായും ആക്ഷൻ സിനിമകളായിരുന്നു വിജയകാന്തിന്റേത്. എന്നാൽ റൊമാന്റിക് ഹീറോ ഉൾപ്പെടെ എല്ലാത്തരം വേഷങ്ങളും അദ്ദേഹം അനായാസം ചെയ്തിരുന്നു. പോലീസ് വേഷങ്ങളിൽ ഏറെ കയ്യടി നേടിയ താരം കൂടിയാണ് വിജയകാന്ത്. 20ലേറെ പോലീസ് വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏതുതരം റോളും അനായാസം അഭിനയിച്ചു ഫലിപ്പിച്ചതിനാൽ ആ സിനിമകളെല്ലാം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു. സിവപ്പുമല്ലി, ജാതിക്കൊരു നീതി എന്നീ സിനിമകൾ സൂപ്പർ ഹിറ്റായി. തന്റെ 100ാമത്തെ സിനിമയായ ക്യാപ്റ്റൻ പ്രഭാകരന് ശേഷം ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് വിജയകാന്തിനെ തേടിയെത്തി. അങ്ങനെ വിജയകാന്ത് തമിഴ് മക്കളുടെ ക്യാപ്റ്റനായി. നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച നടനായിട്ട് പോലും വിജയകാന്ത് തമിഴ് സിനിമാ ലോകത്ത് തന്നെ ഒതുങ്ങിയെന്ന് വേണം പറയാൻ. മലയാളം, കന്നഡ, തെലുങ്കു ഭാഷകളിൽ നിന്ന് അദ്ദേഹത്തെ തേടി അവസരങ്ങൾ വന്നെങ്കിലും അതെല്ലാം അദ്ദേഹം നിരസിച്ചു. ഹിന്ദിയിലും തെലുങ്കിലും മലയാളത്തിലും അടക്കം വിജയകാന്ത് നായകനായ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോണസ്റ്റ് രാജ്, തമിഴ് സെൽവൻ, വല്ലരശ്, ത്യാഗം, പേരരശ്, വിശ്വനാഥൻ രാമമൂർത്തി, സിംഹാസനം, രാജ്യം, ദേവൻ, രാമണ, തെന്നവൻ, സുദേശി, ധർമ്മപുരി, ശബരി, അരിശങ്കം, എങ്കളണ്ണ തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. വിജയ്, അജിത്, സൂര്യ, വിക്രം, ധനുഷ് പോലുള്ള യുവതലമുറ സജീവമായതോടെ 2000-ന് ശേഷം വിജയകാന്തിന് സിനിമകൾ കുറവായിരുന്നു. പിന്നീട് ആരാധകർക്ക് മുമ്പിൽ വിജയകാന്ത് വന്നത് പുത്തൻ ചുവടുവയ്പുമായാണ്. 2005 സെപ്റ്റംബർ 14 ദേശീയ മുർപോർക്ക് ദ്രാവിഡ ഘടകം DMDK എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചായിരുന്നു. അത് 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 234 സീറ്റുകളിൽ മത്സരിച്ചു. 2 തവണ MLA ആയി വിജയകാന്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2011 മുതൽ 2016 വരെ തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവായിരുന്നു വിജയകാന്ത്. പിന്നീട് രാഷ്ട്രീയത്തിൽ നിറം മങ്ങി. അനാരോഗ്യം ബാധിച്ചതോടെ ഏറെക്കാലമായി വിശ്രമ ജീവിതത്തിലായിരുന്നു വിജയകാന്ത്. വിജയകാന്തിന്റെ സാന്നിധ്യത്തിൽ അടുത്തിടെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഭാര്യയും പാർട്ടി ട്രഷററുമായ പ്രേമലത ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു. അതായിരുന്നു വിജയകാന്ത് അവസാനമായി പങ്കെടുത്ത പരിപാടിയും. കോവിഡ് ബാധിതനായി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് വിജയകാന്ത് വിടവാങ്ങിയത്. ആക്ഷൻ രംഗങ്ങളിലൂടെ കയ്യടി നേടിയ വിജയകാന്തിന് രാജ് ന്യൂസ് മലയാളത്തിന്റെ ആദരാഞ്ജലികൾ.